പരമ്പരാഗത UDF മണ്ഡലമായ നിലമ്പൂരിൽ ശക്തമായ മത്സരം തന്നെയാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ച് മാന്യമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയായിരുന്നു LDF നടത്തിയിട്ടുണ്ടായിരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള തീവ്ര വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചായിരുന്നു UDFന്റെ പ്രവർത്തനം. ഇപ്പോഴിതാ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് M സ്വരാജ്. LDFന്റെ പരാജയം അല്ലെങ്കിൽ UDFന്റെ വിജയം തങ്ങൾക്ക് കൂടി ആഘോഷിക്കാനുള്ളതാണ് എന്ന് സംഘപരിവാരും ഇസ്ലാമിക സംഘപരിവാരവും ഒരുമിച്ച് തെളിയിക്കുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഞാനിവിടെ വായിക്കാം. പരാജയത്തിനിടയിലും ചില ആഹ്ലാദങ്ങൾ. തെരഞ്ഞെടുപ്പിലെ LDFന്റെ പരാജയത്തിന് ശേഷം ശ്രദ്ധയിൽപ്പെട്ട പ്രതികരണങ്ങളിൽ ചിലത് ഏറെ ആഹ്ലാദിപ്പിക്കുന്നതാണ്. LDFന്റെ പരാജയത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് സംഘപരിവാരമാണ്. വർഗീയ വിഷവിതരണക്കാരി മുതൽ RSSന്റെ കൂലിപ്പണി നിരീക്ഷകർ വരെ സകല വർഗീയവാദികളും ഇക്കൂട്ടത്തിലുണ്ട്. RSSന്റെ സ്വന്തം സ്ഥാനാർത്ഥി താമര അടയാളത്തിൽ മത്സരിച്ച് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടിട്ടും സംഘപരിവാരം ആഘോഷിച്ച് തകർക്കുകയാണ്. ഇക്കാര്യത്തിൽ സംഘപരിവാരത്തിനൊപ്പം ജമാഅത്തെ ഇസ്ലാമിയുമുണ്ട്. സംഘപരിവാര നിലവാരത്തിൽ ആക്ഷേപവും പരിഹാസവും നുണവും ചേർത്ത് LDF പരാജയം അവരും ആഘോഷിക്കുന്നു. LDFന്റെ പരാജയം അല്ലെങ്കിൽ UDFന്റെ വിജയം തങ്ങൾക്ക് കൂടി ആഘോഷിക്കാനുള്ളതാണ് എന്ന് സംഘപരിവാരവും ഇസ്ലാമിക സംഘപരിവാരവും ഒരുമിച്ച് തെളിയിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോഴും ആഹ്ലാദിക്കാൻ ഇതിൽ പരം എന്ത് വേണം? ഒരേ സമയം ഹിന്ദുത്വ താലിബാനും ഇസ്ലാമിക സംഘപരിവാരവും കൈകോർത്തു നിന്ന് ആക്രമിക്കുന്നുവെങ്കിൽ, സകല നിറത്തിലുമുള്ള വർഗീയ ഭീകരവാദികൾ ഒരുമിച്ച് ആക്രമിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ ആഹ്ലാദവും അഭിമാനവും വേറെയില്ല. ഇങ്ങനെയായിരുന്നു സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്ത് തന്നെയാണെങ്കിലും സ്വരാജ് പറഞ്ഞത് വളരെ വലിയ കാര്യം തന്നെയാണ്. കാരണം മതസ്വാധീനത്തിലൂടെയാണ് ആര്യടൻ ഷൗക്കത്ത് അവിടെ ജയിച്ചത് എന്നുള്ളത് ഏവർക്കും വളരെ നന്നായി, വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. BJPയുടെ വോട്ടുകൾ മുഴുവൻ ആര്യടൻ ഷൗക്കത്തിന് കൊടുത്തു എന്നുള്ളതും NDA സ്ഥാനാർത്ഥി തന്നെ തുറന്നു പറഞ്ഞ ഒരു കാര്യമാണ്. എന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് സ്വരാജിനെ തോൽപ്പിച്ചിട്ട് അതൊരു വലിയ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്കിലും മറ്റും എല്ലായിടത്തും.